വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 25 68-ാമത്തെ സൂക്തം. സാക്ഷാൽ ദൈവത്തോടൊപ്പം മറ്റൊരു കൃത്രിമ ദൈവത്തോടും പ്രാർത്ഥിക്കാത്തവരാണവർ. ഒരു ജീവനെയും അന്യായമായി വധിക്കാത്തവരും വ്യഭിചാരത്തിൽ ഏർപ്പെടാത്തവരുമാണവർ. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ അതിൻ്റെ പാപഫലം അനുഭവിക്കേണ്ടി വരും. ഈ സൂക്തത്തിൽ 3 വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അത് ആദ്യമായി പറഞ്ഞത് അവരുടെ പ്രാർത്ഥനകൾ സാക്ഷാൽ ദൈവത്തോട് മാത്രമായിരിക്കും. മറ്റു 2 വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിലാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ തങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ബിംബങ്ങളും വിഗ്രഹങ്ങളും മരിച്ചു മൺമറഞ്ഞുപോയ പുണ്യാത്മാക്കളും ആൾദൈവങ്ങളും ഉണ്ട് എന്ന വിശ്വാസം ഒരിക്കലും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകുകയില്ല. മനുഷ്യർക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളത് സാക്ഷാൽ ദൈവത്തിന് മാത്രമാണ് എന്ന വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരാണ്. അവരുടെ ഏത് ആവശ്യങ്ങളും ആവലാതികളും ആ സാക്ഷാൽ ദൈവത്തിന് മുമ്പാകെ മാത്രമേ അവർ സമർപ്പിക്കുകയുള്ളൂ. അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവം. ഇപ്പോൾ മുസ്ലിം സമുദായത്തിലും ചില അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല, അതിനുവേണ്ടി ചില മാധ്യസ്ഥരും ഇടയാളന്മാരും ഒക്കെ ആവശ്യമാണ്. ഔലിയാക്കളും ചില പുരോഹിതന്മാരും അതുപോലെ ശ്മശാനങ്ങൾ കിടക്കുന്ന പുണ്യപുരുഷന്മാരുടെ അവരോടൊക്കെ പ്രാർത്ഥിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഫലമുണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പം എന്നാൽ ദൈവം വളരെ വ്യക്തമായ ഭാഷയിൽ ഖുർആനിൽ പറയുന്നുണ്ട്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവരോട് പറഞ്ഞേക്കുക, തീർച്ചയായും ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ്, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ആ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ദൈവത്തോടുള്ള പ്രാർത്ഥന ആരാധനയിൽപ്പെട്ടാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നത് അത് അവർക്കുള്ള ആരാധനയായിരിക്കും. ഇപ്പം സാക്ഷാൽ ദൈവത്തെ കൂടാതെ മറ്റൊരു ദൈവത്തെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. നിനക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവർക്കാവില്ല. അഥവാ അങ്ങനെ നീ ചെയ്താൽ നീ ധിക്കാരിയുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരിക്കും എന്ന് യൂനുസ് എന്ന അധ്യായത്തിൽ 106-ാം സൂക്തത്തിൽ പറയുന്നുണ്ട് ഖുർആനിൽ. അതുപോലെ പ്രവാചകൻ്റെ തിരുമേനി പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥിതിയിൽ ഒരാൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചത് തന്നെ എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.